മന്ത്രി വി ശിവൻകുട്ടി മേപ്പാടിയിലെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നു. വളരെ ആഘോഷപൂർവ്വം ഒരു നാട് ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നു. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ എല്ലാ കുട്ടികൾക്കും ചക്കരയുമ്മ നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർ ആനന്ദോത്സവത്തിൻ്റെ ഭാഗമായി അവരുടെ കൂട്ടുകാർക്കൊപ്പം പുതിയ സ്കൂളിലേക്ക്, പഴയ കൂട്ടുകാർ, പഴയ അധ്യാപകർ പുതിയ സ്കൂളിലേക്ക് അവർ എത്തുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഒരു നാട് നമ്മുടെ കുഞ്ഞുങ്ങളെ കളിയും ചിരിയുമായി വരവേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വി എസ് രഞ്ജിത്തും ദീപക് മലയമ്മയും തത്സമയ ദൃശ്യങ്ങളും വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പമുണ്ട്. മധുരമായ കാഴ്ച, മനോഹരമായ കാഴ്ച, മധുരം നുകർന്ന് പാട്ടുകേട്ട് താളത്തിനൊത്ത് കയ്യിൽ ബാഗിൻ്റെ ഭാരങ്ങളൊന്നുമില്ലാതെ ദുഃഖഭാരങ്ങളെല്ലാം മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പുതിയ സ്കൂളിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, മലയിറങ്ങി വന്ന ഈ കുഞ്ഞുങ്ങളെ ഒരു നാട് സ്വീകരിക്കുന്ന കാഴ്ച നോക്കൂ. ഉയർപ്പിനായ ഒരു നാട്, അതിജീവനത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന ഒരു നാട്. ആ കുഞ്ഞുങ്ങൾ ആ നാട്ടിൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള സ്വീകരണം ഏറ്റുവാങ്ങുന്നു. ദീപക് മലയമ്മ, സുന്ദരമായ കാഴ്ചയാണ്. ഈ പ്രഭാതം ധന്യമാകുന്നത് ഈ കാഴ്ച കൊണ്ടുകൂടിയാണ്. ആ കാഴ്ചയെല്ലാം ദീപക്കും വി എസ് രഞ്ജിത്തും രാവിലെ മുതൽ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ടായിരുന്നു. ആ ബസ് യാത്ര തന്നെ എത്ര സുന്ദരമായിരുന്നു. ദീപക്, ആ കാഴ്ചകളൊന്നും പ്രേക്ഷകരോട് പറയൂ. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷകരമായ കാഴ്ചകളാണ് നമുക്ക് മേപ്പാടിയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ നമ്മൾ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല എന്നൊക്കെ പറയുമ്പോൾ വേദനിപ്പിക്കുന്ന കഥകൾ മാത്രം പങ്കുവയ്ക്കുന്ന ഇടത്താണ് ഏറ്റവും സന്തോഷകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ അവർ മിഠായിയൊക്കെ പിടിച്ചുകൊണ്ട്, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പുസ്തകത്തിൻ്റെ ഒന്നും ഭാരമില്ലാതെ, ബാഗുകളുടെ ഭാരമില്ലാതെ അവരവരുടെ പുതിയ അധ്യയനം, ആ ഒരു വർഷം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ സ്വീകരിച്ച് കടന്നു വരികയാണ്. ഒരു അധ്യയന വർഷത്തിൽ 2 പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാകേണ്ടി വന്നവർ എന്നൊരു കാര്യമുണ്ട്. എങ്കിൽ പോലും അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് മേപ്പാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കും. ഒപ്പം തന്നെ മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളും ഈ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതിൽ അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ചില നഷ്ടങ്ങളുണ്ട്. അത് അവരുടെ പലതരത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരുണ്ട്, വീടുണ്ട്, നാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം തന്നെ ഇവിടെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലും കൃത്യമായി പഠനം സാധ്യമാക്കുന്ന തരത്തിൽ ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. രാവിലെ നമ്മൾ കാണിച്ചതുപോലെ പുസ്തകം അടങ്ങിയ ബാഗ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടാണ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. ഇനി അവർക്ക് ഇന്നത്തെ ദിനം ഇങ്ങനെ കടന്നു പോകും. അത് സന്തോഷ സൂചകമായി തന്നെ അവരെ പുതിയ സ്കൂളിലേക്ക് സ്വീകരിക്കും. ഏറ്റവും സന്തോഷത്തോടു കൂടി അവർക്ക് ഇന്നത്തെ ദിവസം ചിലവഴിക്കാം. നാളെ മുതൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ കൃത്യമായി അവർക്ക് പുതിയ പാഠങ്ങൾ പകർന്നു നൽകും. അതിൽ ഏറ്റവും പ്രഥമമായ പാഠമെന്ന് പറയുന്നത് അതിജീവനം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി നേരത്തെ തന്നെ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് എത്തുകയും കുട്ടികളെ അവിടെ നിന്നും സ്വീകരിച്ച് സ്കൂളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേദിയിലേക്ക് ഉള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് അവിടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം തന്നെ OR കേളു അടക്കമുള്ള മന്ത്രിമാർ, MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇവിടേക്ക് വരിയായി ഈ ഒരു റോസ് ഷർട്ടും ഒപ്പം തന്നെ ഒരു മെറൂൺ പാൻറ് അല്ലേ? ഈ യൂണിഫോം കുറച്ച് ദിവസം ഇടാൻ പറ്റിയില്ല. ഇപ്പം ഹാപ്പിയാണ് ആണല്ലേ? ഓക്കെ, ഹാപ്പിയാണല്ലോ അല്ലേ? ഒരിക്കലൊക്കെ കൈ കൊടുത്ത് പോയല്ല. ബാഗൊന്നും ഇല്ലല്ലോ, കനമൊന്നും ഇല്ലല്ലോ. പിന്നെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ? പുസ്തകങ്ങളുണ്ട്. ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കില്ലേ? അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ളത്. ജീവിത പാഠം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പുസ്തകത്താളുകളിൽ നിന്നും അതിനപ്പുറത്തേക്കുള്ളതുമെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഉണ്ണിമാഷും മറ്റുള്ള അധ്യാപകരുമെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പ്രത്യേക ട്രെയിനിങ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ രക്ഷിതാക്കൾക്ക് ഏതൊക്കെ തരത്തിലായിരിക്കണം ഇനി ഇവരെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ കരച്ചിലേക്ക് പോകരുത്. അതിനപ്പുറത്ത് പുഞ്ചിരിക്കണം. പഠനത്തെ ആ നിലയ്ക്ക് കാണണം. മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമായി, കരുത്തായി അതിനെ കൂടെ കൂട്ടണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ഈ കുട്ടികളൊക്കെ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളത് കാഴ്ച തന്നെയായിരുന്നു നമ്മൾ ചൂരൽമല മുതൽ ഇങ്ങോട്ട് മേപ്പാടി വരെയുള്ള KSRTC ബസ് യാത്രയിൽ ഉടനീളം കണ്ടത്. നേരത്തെ അരുൺ പറഞ്ഞ ഒരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, ഒരു ടൂറിന് പോകുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അവർ അവരുടെ പുതിയ വിദ്യാലയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു കുറുമ്പനെ നമുക്ക് കാണാം, മിഠായി കഴിക്കുന്ന തിരക്കിലാണ്. പക്ഷേ ആ ക്യാമറ വന്ന ഘട്ടത്തിൽ അതത്ര സന്തോഷകരമായില്ല. അല്പം നീരസമുണ്ടായി എന്നുള്ളത് കൂടി
കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും അരുൺ ഈ പറഞ്ഞതുപോലെയാണ് ഈ നാട് ഒന്നടങ്കം മേപ്പാടിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. ആ നാട്ടുകാർക്ക് എത്രത്തോളം പ്രധാനമായിരുന്നു വെള്ളാർമല സ്കൂൾ, മുണ്ടക്കൈ സ്കൂൾ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അന്ന് ദുരന്തമുണ്ടായതിന് പിന്നാലെ ഓരോ ഘട്ടത്തിലും സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കേട്ടതാണ് വെള്ളാർമല സ്കൂളിൻ്റെ നഷ്ടം അത് എത്രത്തോളമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്രയേറെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വലിയ നഷ്ടം തന്നെയാണ്. ആശംസകൾ നേരുന്നു. ആഘോഷിച്ച് നല്ലൊരു അധ്യയനം തുടങ്ങട്ടെ, നല്ലൊരു സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമാവട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ. സംഘടിപ്പിച്ചവർക്ക് അഭിനന്ദനങ്ങൾ പ്രേക്ഷകർ പറയുന്നു. VS അച്യുതൻ കുരുന്നുകൾക്ക് ആശംസകൾ അറിയിക്കുന്നു. വേണുഗോപാൽ പറയുന്നു ഇതൊരു മനോജ്ഞ കേരളത്തിൻ്റെ നേർചിത്രമാണെന്ന് പറയുന്നു. അഹമ്മദ് കബീർ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ജലീൽ മഠത്തിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഹാപ്പിയായി എന്ന സന്തോഷം അറിയിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ കുഞ്ഞുങ്ങളുടെ പാട്ടുകൂടി കേൾക്കാം. പ്രാർത്ഥനയോടുകൂടിയാണ് തുടക്കം. ആനന്ദോത്സവം പ്രവേശനോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടമെന്ന് തോന്നുന്ന രീതിയിലൊരു നാട് ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. കണ്ണുകളിൽ വിഷാദമുണ്ടെങ്കിലും അവർ പുഞ്ചിരി വിടർത്താൻ ശ്രമിക്കുകയാണ്. ഒരു നാട് ഉള്ളി വിങ്ങുമ്പോഴും പുഞ്ചിരി പടർത്താൻ ഈ കുഞ്ഞുങ്ങളിലൂടെ ആ നാട് ശ്രമിക്കുന്നു. ഏത് കുഞ്ഞു വരുമ്പോഴും ഒരു പ്രകാശം പരത്തുന്നുവെന്നാണല്ലോ. ഒരു നാട് ഇരുളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ചിരിയും അവരുടെ കളിചിരികളും ഒക്കെ ആയിട്ടാണ് ആ നാട് അവരുടെ പ്രതീക്ഷയിൽ ഉണരുന്നത്. ഒരർത്ഥത്തിൽ ആ നാടിനെ കരകയറ്റുന്നത് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമാണ്. 614 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പുതിയ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യൂണിഫോം ഇട്ട് വരിവരിയായി മുഖത്ത് വിഷാദമോ സന്തോഷമോ എന്നുള്ളത് കൃത്യമായി വേർതിരിച്ചറിയാനാവാത്ത വിധമാണ് ആ മുതിർന്ന കുഞ്ഞുങ്ങൾ വരുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. മിഠായി കണ്ട്, പുതിയ ബാഗ് കണ്ട്, പുതിയ ഉടുപ്പും പുതിയ സ്കൂളും കണ്ട് ആ വലിയ സന്തോഷമുണ്ട്. മുതിർന്ന കുട്ടികളുടെ മുഖത്ത് ആ വിഷാദം, അതായത് മുതിരുന്തോറും വിഷാദം കൂടുകയും ഒരുപക്ഷെ കുഞ്ഞായിരിക്കുമ്പോൾ സന്തോഷം കൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി പ്രേക്ഷകർക്ക് ഇതിൽ കാണാം. കാര്യം മുതിർന്നവരിൽ അവരിൽ പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഓർമ്മകളുടെ ഭാരം നമുക്ക് പ്രായമേറുമ്പോൾ കൂടുമല്ലോ. ഓർമ്മകളുടെ ഭാരമില്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്കൊപ്പമുണ്ട്. കുഞ്ഞുങ്ങളുടെ പാട്ട് കൂടി നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞു. സ്വാഗതം ആശംസിക്കുന്നു.